കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഈ ഒരു സ്ഥലം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അറിയപ്പെടണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. ലോകത്ത് തന്നെ ഏറ്റവും വലിയ തേക്കും കാര്യങ്ങളൊക്കെ ഉള്ള നിലമ്പൂർ. തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവർ റെയിൽവേ പാത വരെ നമുക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഉണ്ടായി വന്നതാട്ടോ. അതിനുശേഷം നമ്മളെ പാർട്ടിനായിട്ട് പോയത് തേക്ക് മ്യൂസിയത്തിലേക്കാണ്. തേക്ക് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കും കാര്യങ്ങളും കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ആരും തേക്ക് മ്യൂസിയത്തിൽ പോകാണ്ടിരിക്കുക. തേക്കിന്റെ ഓരോ വളർച്ചയും കാര്യങ്ങളും പല രീതിയിലുള്ള തേക്കുകളും അതുപോലെ തന്നെ അതിന്റെ ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം ചെടികളാൽ പല രീതിയിൽ പല രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ രൂപങ്ങളും പ്രകൃതിയുടെ മനോഹാരിത കാണിക്കുന്ന പല രീതിയിലുള്ള സസ്യങ്ങളും പല മരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതിനുശേഷം കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് സെറ്റപ്പ് ചെറിയ ഒരു സെക്ഷനും അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ടവർ ഉണ്ട് കേട്ടോ. ടവറിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ രൂപങ്ങൾ പല ആനയുടെയും അതുപോലെ തന്നെ പൂമ്പാറ്റയുടെയും അങ്ങനെ പല രീതിയിലുള്ള രൂപങ്ങളെ അവര് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെ പാർട്ടിനായിട്ട് ഇവിടൊക്കെ പോകുന്നതിനുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇനി വരുന്ന വീഡിയോസ്. 2-3 സ്ഥലത്ത് നിലമ്പൂർ നമുക്ക് മെയിനായിട്ട് സന്ദർശിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഈ കനോലി ഫ്ലോട്ട് നിലവിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വൈബായിട്ടുള്ള ഒരു ട്രിപ്പാക്കി മാറ്റാൻ നമുക്ക് എന്തായാലും ഇതിനെ കൊണ്ട് കഴിയുമായിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ കനോലി ഫ്ലോട്ടിലെ തൂക്കുപാലം ഒലിച്ചു പോയതിനെ തുടർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലായി പോയത്. ഈ തൂക്കുപാലം കടന്നിട്ടായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ തേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കയറി പോകുന്നതാണ് ഇവിടുത്തെ ചെറിയൊരു ടവർ. അതിനുള്ളിൽ ചുറ്റും പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല രൂപങ്ങളും നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ നമ്മൾ നിലമ്പൂർ മെയിൻ ആയിട്ട് കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോസിലും നിലമ്പൂരിന്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം.